എൻ്റെ പേര് അനൂപ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൻ്റെ ഒരു സാക്ഷ്യം ആണ് പറയണത്. അവൻ്റെ പേര് ആദം. 2019 എൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയായി. മാർച്ച് മാസമായപ്പോൾ മൂന്നാമത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇല്ല. അപ്പോൾ ഒരുപക്ഷെ അത് അബോർട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്കത് സംസാരിച്ചിട്ട് നിങ്ങൾ ചോദിക്കി ഹസ്ബൻഡിനോട് പറയേ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു നമ്മൾ അബോർട്ട് ചെയ്യണ കേസ് എൻ്റെ ഭർത്താവിനോട് ഞാൻ ആൾ സമ്മതിക്കില്ല, നമുക്ക് മുന്നോട്ട് പോവാം, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോക്കോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ഹോസ്പിറ്റലിലാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുത്തെ വല്ല ഇഷ്യൂസാണെന്ന് വിചാരിച്ചിട്ട് ഞാനിവനെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു. 5-ാം മാസമായപ്പോൾ ഹാർട്ട് ബീറ്റ് മാത്രമല്ല കിഡ്നിക്ക് വീക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ കൊച്ചിനെ അബോർട്ട് ചെയ്യണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, അത് അത്രയും വലിയ ഇഷ്യൂസ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വിചാരിച്ചു അബോർട്ട് ചെയ്യേണ്ട കാര്യത്തിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല, എന്തായാലും മുന്നോട്ട് പോവാം. അങ്ങനെ ഞാൻ 7-ാം മാസമാകുമ്പോഴേക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി അവന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി വീക്കം, പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ അയോട്ട എന്ന് പറഞ്ഞ ഒരു സംഭവം അത് ചുരുങ്ങിപ്പോയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഏകദേശം ഞാൻ ആ സമയമാകുമ്പോഴേക്കും ഒരു 5ഓളം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പം അബോർട്ട് ചെയ്യാൻ 5ഓളം ഡോക്ടർമാർ പറഞ്ഞു ഇവനെ അബോർട്ട് ചെയ്യണതാണ് നല്ലത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവർ ചെറിയ സപ്പോർട്ട് തന്നാലും പക്ഷേ സാധ്യത വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, ഹാർട്ട് ബീറ്റിന് കുഴപ്പം, കിഡ്നിക്ക് വീക്കം, പിന്നെ ഇപ്പോൾ അയോട്ടയ്ക്ക് പ്രശ്നം. അപ്പോൾ ഇനി ജനിക്കും തോറും എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഏറ്റവും വലിയ കേരളത്തിൽ അത്യാവശ്യം ഏറ്റവും നല്ല ഗൈനക്കിൻ്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുപോയി നോക്കിയപ്പോഴും ആ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ ഹോസ്പിറ്റലും പ്രശ്നമാണ്, ചിലത് പുതിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടു. ലാസ്റ്റ് കണ്ട ഡോക്ടർ പറഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓരോ മാസം കഴിഞ്ഞപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അപ്പോഴേക്കും 7-ാം മാസം ആകുമ്പോഴേക്കും ഈ ഉള്ളിലെ വെള്ളത്തിൻ്റെ ഇത് കൂടി, അതായത് 18 മില്ലിമീറ്റർ വെള്ളം കൂടി. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രസവം ഉണ്ടാകുമ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 18 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ അത് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ യോഹന്നാൻ പ്രവാചകനോടൊക്കെ പ്രാർത്ഥിച്ചു, 4 അധ്യായം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച നോക്കി കഴിഞ്ഞപ്പോഴും ഇവനെ നോർമലായി. വീണ്ടും 8-ാം മാസത്തിൽ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും പ്രസവിച്ചാലും കുഴപ്പമില്ല, നമ്മളെല്ലാ മെഷീനുകളും കരുതിയുണ്ട്, ഇവൻ്റെ ഉള്ളിലെല്ലാം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അയോട്ട എന്ന് പറഞ്ഞ സാധനമാണ് വെച്ച് പിടിപ്പിക്കാൻ കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാത്രമല്ല, ഇവൻ ജനിച്ചാൽ തന്നെ മന്ദബുദ്ധിയാവാൻ സാധ്യതയുണ്ട്, അരയ്ക്ക് കീഴപ്പോട്ട് തളരാൻ സാധ്യതയുണ്ട്, സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മൾ അപ്പോഴൊക്കെ ഞാൻ പേടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൈസ പറഞ്ഞു എന്നോട് 10 ലക്ഷമൊക്കെ വരും, താങ്കൾക്കത് അതിൻ്റെ ആവശ്യമില്ല, ഇതാകുമ്പോൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാല്ലേ നല്ലത്, ഇത്രയും പൈസ കൊടുത്താൽ കൊച്ചിനെ ഇങ്ങനെ ജീവിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, അത് നിങ്ങൾ കണ്ട് ജീവിക്കണ്ടേ, നിങ്ങൾ ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരുള്ളത്. അപ്പോഴേക്കും ഉള്ളിൽ അപ്പോഴേക്കും 3-ാം മാസത്തിൽ തൊട്ട് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി കൃപാസനത്തിലത്തെ തേൻ കൊണ്ടുവന്ന് തന്നു. അതുപോലെ തന്നെ ഈ ഇഷ്യൂസ് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ എണ്ണയും തന്നിരുന്നു കൃപാസനം. അത് രണ്ടും ഞാൻ നാവിൽ വെച്ച് പ്രാർത്ഥിക്കും. തേൻ എല്ലാ ദിവസവും വൈഫിൻ്റെ നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ വയറിൽ കുരിശ് വരച്ച് കൊന്ത ചെല്ലും പ്രാർത്ഥിക്കും. അതേ ഉറങ്ങാതിരുന്നിട്ടാണ്, ഉപവാസം ഉറങ്ങാതിരുന്നിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒക്കെ ഉള്ളിൽ ആരോ പറയാണ് ഇത് അബോർട്ട് ചെയ്യണ്ട. ഇത്രയും ഡോക്ടർമാർ പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഒരു സാധാരണക്കാരുടെ അവസ്ഥ. പക്ഷേ എൻ്റെ ഉള്ളിൽ ആരോ പറയാണ് അത് അബോർട്ട് ചെയ്യരുത്, മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എത്ര പൈസ കുഴപ്പമില്ല, തൃശ്ശൂർ വീടുണ്ട് എനിക്ക്, ആ വീട് വിറ്റാലും കുഴപ്പമില്ല, അങ്ങനെ പറയണല്ലോ അവർ, അത്രയും പൈസ ചിലവ് വരും. അപ്പോൾ എനിക്കൊരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് അരക്കി കീഴ്പോട്ട് തളർന്നാലും ഇവന് മന്ദബുദ്ധി പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഞാനൊന്ന് ഭയന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, ഞാൻ രാപ്പകൽ ലീവ് എടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നെക്കൊണ്ട് പറ്റണ ദിവസങ്ങൾ ഉറങ്ങാനും ഭക്ഷണമൊന്നും കഴിക്കാതെ ഫുൾ ടൈം പ്രാർത്ഥന, അത്രമാത്രം ഞാൻ ചെയ്തോളൂ. മാതാവിനോട് ഞാൻ പണ്ടേ പ്രാർത്ഥിക്കുന്നതാണ്. വളരെ ചെറുപ്പം തൊട്ട് ഞാൻ കൊന്തയൊക്കെ ചൊല്ലി 3 പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞ ആളാണ്. പക്ഷെ അപ്പോൾ ആ ഒരു ധൈര്യമൊക്കെ ആയിരിക്കും എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയത്. അങ്ങനെ ഇവൻ 7-ാം മാസം 8-ാം മാസമൊക്കെ കടന്നുപോയി. ഇവൻ 9 മാസവും 10 ദിവസമുള്ള സമയത്ത് കറക്റ്റായിട്ട് പ്രസവിച്ചു. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് വെയിറ്റ് ഉണ്ട്, 3 കിലോ വെയിറ്റ് ഉണ്ട്. സാധാരണ ഇത്രയും ഇഷ്യൂള്ള കുട്ടികൾക്ക്
1 കിലോ 1.5 കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നോട് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ പറഞ്ഞു, താങ്കൾ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നോ, കാരണം ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വെയിറ്റുള്ള കുഞ്ഞാണിത്, അതുകൊണ്ട് അനസ്തേഷ്യയുടെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലായില്ല എന്നെ കാണിച്ചപ്പോൾ ഇത് എൻ്റെ കൊച്ചാണ്, കാരണം എനിക്കിനി മൂത്ത കൊച്ചുള്ളതാണ് ഓൾറെഡി. അപ്പോൾ ആ കൊച്ചിനെ ഞാൻ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ടല്ലോ, ജനിച്ചു കഴിഞ്ഞപ്പോൾ. ഇവനെ കണ്ടിട്ട് ഞാനായിട്ടൊരു ബന്ധമില്ലാത്ത പോലത്തെ ഒരു കൊച്ച്, ഒരു 3 മാസം പ്രായമുള്ള കൊച്ച്. ഇവൻ്റെ നോട്ടത്തിൽ ഞാൻ തന്നെയാണ് താങ്കൾ ഉദ്ദേശിച്ച ആളെന്നുള്ള പോലത്തെ ഒരു നോട്ടം എൻ്റെ മുഖത്തേക്ക് നോക്കിയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇത് എൻ്റെ കൊച്ചല്ല, എൻ്റെ കൊച്ച് ഇന്ന് ജനിച്ചിട്ടുള്ളൂ പറഞ്ഞു. അല്ല, താങ്കളുടെ കൊച്ച് തന്നെയാണ്. അപ്പോൾ ഈ കൊച്ചിന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് പറിച്ചിരിക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാത്തതുകൊണ്ട്. കാരണം ഇവന് അരയ്ക്ക് കീഴ്പോട്ടില്ല, പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ, ഇനി എന്തൊക്കെ ഓപ്പറേഷൻസ് വരും, ഇവൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇതെൻ്റെ കൊച്ചല്ല, കാരണം ഇങ്ങനത്തെ ഒരു കൊച്ച് എനിക്ക് ജനിക്കാൻ സാധ്യതയില്ല, കാരണം അത്ര ഇഷ്ടമുള്ള കൊച്ച്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. ജനിച്ചാൽ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവനെ ജനിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവനെ കണ്ടിട്ട് ഇവന് ഒരു പ്രശ്നമില്ല, ഈ പറഞ്ഞ ഒരു കുഴപ്പങ്ങളും ഇവനില്ല. ഇവൻ്റെ അതുവരെ ഇവൻ്റെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു അയോട്ട ചുരുങ്ങിയിരിക്കുക, അപ്പോൾ ജനിച്ച അന്ന് തന്നെ നമുക്ക് ഇവനെ ഓപ്പറേഷനിലേക്ക് മാറ്റണം, മെഷീൻ വെക്കണം, അല്ലെങ്കിൽ അരയ്ക്ക് കീഴ്പ്പെട്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കാൻ ചെയ്തിട്ട് ഇവനെ ജനിച്ച് ആദ്യം തന്നെ ഞങ്ങളൊന്നും തന്നില്ല, നേരെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. ഇപ്പോൾ ഇവന് അങ്ങനെ ഒരു പ്രശ്നമില്ല, നോർമലി ഒരു കുഴപ്പം ഈ കൊച്ചിന് കാണാനില്ല. അപ്പോൾ എനിക്ക് സന്തോഷമായി. തിരിച്ച് ഇവനെ ലിഫ്റ്റ് ഇറക്കി താഴോട്ട് വരുന്ന സമയത്ത് ഇവൻ വായകോടെ ഇങ്ങനെ പത വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കത് അറിയില്ലല്ലോ എന്താ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പം പത വരണ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് നമുക്ക് NICU കൊണ്ടുപോകണം, കൊച്ചിനെന്ത് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിറച്ചു, കരഞ്ഞു. അങ്ങനെ ഇവനെ കൊണ്ട് ചെന്നപ്പോൾ പറയാണ്, ഇവന് അന്നനാളില്ല, അത് പ്രശ്നമാണ്. ഇവന് അയോട്ടയ്ക്ക് പ്രശ്നമില്ല, അയോട്ട നോർമൽ, ഒരു കുഴപ്പമില്ല. അത്ര ദിവസം അയോട്ട കംപ്ലൈൻ്റ് ആണ്, മെഷീൻ കൊണ്ടുവന്ന് വെച്ച് എല്ലാം റെഡിയായിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ പറഞ്ഞു, അയോട്ടയ്ക്ക് ഇനി കുഴപ്പമില്ല, അയോട്ട ഓക്കെയാണ്, അതിന് ജീവന് പ്രശ്നമില്ല, നമുക്ക് നോക്കാം, അന്നനാളം കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നനാളം ചെന്നപ്പോൾ ഇവൻ്റെ തുടയെന്ന് ട്യൂബ് കീറിയാൽ എടുത്തിട്ട് വേണം അന്നനാളം വെക്കാനായിട്ട്, അല്ലാതെ ഇപ്പോൾ വേറെ വഴിയിൽ ഇവിടെ ഒരു ബോൾ പോലെയാണ് നിൽക്കണത്. അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവനെ ഞാൻ കൊണ്ടുപോയി. ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രക്കിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവൻ്റെ ഇവിടെ തുടയിൽ നിന്നൊന്നും കീറി എടുക്കണ്ട, അതിൽ തന്നെ ഉണ്ട്, അത് വേറെ സ്ഥലത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്, അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പിടിപ്പിച്ചു. അപ്പം ഇവന് പിന്നെ അറിയാമല്ലോ, ഗർഭാവസ്ഥയിലാണ് നമ്മൾ ഈ സഖ്യാനൊക്കെ പഠിക്കുക. അപ്പോൾ ഇവന് സഖ്യാൻ അറിയില്ല, അപ്പോൾ ഇവന് ട്യൂബ് ഇടണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബ് ഇട്ടു. 1 മാസം കഴിഞ്ഞു, ഇവന് ട്യൂബ് ഊരിയിട്ട് ഇവന് സഖ്യാൻ അറിയുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കത് പിന്നീട് ഒരു 6 മാസത്തിനുള്ള അവൻ പഠിച്ചോളും, അത് പതുക്കെ ശരിയായിക്കോളും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. 30 ദിവസത്തോളം NICU ICU ഇതെല്ലാം കവർ ചെയ്ത് പോയതാണ്, എല്ലാം കവർ ചെയ്ത് പോയതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് തരാനായിട്ട് ആ 1 മാസക്കാലം നമ്മൾ 5 എക്കോ എടുത്തുവിനെ, 4 എക്കോ എടുത്തു. 5 എക്കോ എടുക്കുന്ന ഡോക്ടർ ആദ്യം നിർദ്ദേശിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് തരുള്ളൂ. അപ്പം 4 എക്കോയിൽ ഇവൻ അയോട്ടയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഈ ഒരു പ്രശ്നം മാത്രമല്ലോ, സക്കിങ്ങിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ, അത് പിന്നീട് നോക്കിയോളാം, ബാക്കി കുഴപ്പങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് മേടിക്കാനായിട്ട് ലാസ്റ്റ് സ്കാനിങ്ങിന് പോയി എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഇവൻ്റെ അന്നനാളം ചുരുങ്ങിപ്പോയി. അപ്പോൾ ഇവന് നിർബന്ധമായിട്ടും മെഷീൻ വെക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളി എന്നാൽ അമേരിക്കയിലായിരുന്നു. പുള്ളി പറഞ്ഞ് ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് സങ്കടമായി, കാരണം ഇവൻ അയോട്ടയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതുവരെ ഞാൻ പഠിച്ച എൻ്റെ സയൻസ് എല്ലാം വേസ്റ്റായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം ജനിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ അയോട്ടയ്ക്ക് കംപ്ലൈൻ്റ് ഉണ്ടായ കൊച്ചിന് അപ്പോഴും ആളെ ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ സങ്കടത്തോടുകൂടി പറഞ്ഞു, ഇത് എൻ്റെ സയൻസിന് വിരുദ്ധമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്, ഞാൻ പഠിച്ചതിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല. അത് വേണ്ടി 1 മാസം കഴിഞ്ഞപ്പോൾ ഇവന് അയോട്ടയ്ക്ക് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഡോക്ടർക്ക് സന്തോഷമായത്. കാരണം എന്താ വെച്ചാൽ അയാൾ പറയണത്, എൻ്റെ സന്തോഷം നിങ്ങൾ നോക്കരുത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതിനെല്ലാം വിപരീതമായിട്ട് സംഭവിച്ചത്, പിന്നെ ഞാൻ ഇത്ര നാൾ പഠിച്ചൊക്കെ വെറുതെ ആയില്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാണ് ഈ പറയണത്. പുള്ളി അമേരിക്കയിൽ പോയി പഠിച്ചു വന്ന ഡോക്ടർ, ആദ്യത്തെ കേസും കൂടിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, അയോട്ടയ്ക്ക് വീണ്ടും പ്രശ്നം, അടുത്ത ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യണം. പക്ഷെ അതിനേക്കാൾ മുന്നേ ഈ ഡോക്ടർമാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന് ഇത്ര നാൾ കയ്യിനും കാലിനും കുഴപ്പമില്ലാതെ ഈ 1 മാസക്കാലം എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പ്രശ്നം. നമ്മുടെ കൊച്ചു ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്നുള്ളതൊന്നല്ല അവരുടെ പ്രശ്നം, ഇതെങ്ങനെ സംഭവിച്ചു. അങ്ങനെ ഇവൻ്റെ ഫയലുകളൊക്കെ പഠിക്കാനായിട്ട് അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇവന് ആ 5ാമത്തെ ഇതിൽ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം പിറ്റേ ദിവസം. അപ്പോൾ വേറെ ഡോക്ടർ, അപ്പോൾ എനിക്ക് ഇവൻ അടുത്ത ഓപ്പറേഷൻ താങ്ങാൻ പറ്റില്ല, കാരണം ഇത്രയും ചെറിയ കൊച്ചല്ലേ, ആൻറ്റിബയോട്ടിക് കയറി ഒരുപാട് പ്രശ്നങ്ങളായി നിൽക്കുന്ന സമയം. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട, ഇവനെ ഞാൻ ശരിയാക്കി എടുക്കാൻ പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതൊരു ഈശോ പോലത്തെ ഒരാൾ, ഞാൻ പോയി കാണുമ്പോൾ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കാണുന്നത്, പക്ഷേ എനിക്ക് നോക്കുമ്പോൾ ഈശോ നിൽക്കണ പോലെ ഫീൽ ചെയ്തു ആളുടെ സംസാരത്തിൽ നിന്ന്.
എനിക്ക് ഭയങ്കര ശക്തി കിട്ടി. അങ്ങനെ ഇവനെ ഓപ്പറേഷന് കൊണ്ടുപോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നുണ്ടായ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇവന് ക്ലഫ്റ്റ് ഉണ്ടായി. അതായത് 1 കോടി കുട്ടികൾ ജനിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സാധനമാണ് ക്ലഫ്റ്റ്. അതായത് ശ്വാസകോശത്തിൽ നിന്ന് ഇവിടെ ഒരു ഹോള്, അത് തന്നെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടഞ്ഞു പോയില്ലെങ്കിൽ ഓപ്പറേഷൻ വേണം. അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടാണ് ഇവന് ഓപ്പറേഷൻ ഉണ്ടാവും. ഓപ്പറേഷന് കൊണ്ടുപോയി ഇവന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഡോക്ടർ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഇനി വയറിൽ തുഴയിടണം അല്ലെങ്കിൽ ഇവിടെ തുഴയിടണം, ഇനി അതൊക്കെ കൊച്ചിന് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പകുതി ചാൻസ് ഉള്ളൂ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് അറിയില്ലല്ലോ എന്താ പറയേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടർമാർ ഇഷ്ടംപോലെ ചെയ്യും. ഞാൻ വൈഫിനോട് ആരോടും പറയില്ല ഈ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥന മാത്രമായിരുന്നു ആ സമയത്ത്. അറിയാലോ, വേറൊരു ചിന്ത ഉണ്ടാവില്ല. നമ്മൾ കൊന്ത ചൊല്ലൽ തന്നെ കൊന്ത ചൊല്ലൽ അത് മാത്രമല്ല അറിയാനുള്ള ആ സമയത്ത്. അങ്ങനെ ഇഷ്ടംപോലെ കൊന്തകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായില്ല, അവന് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഓപ്പറേഷൻ ലെഫ്റ്റിൽ ഓപ്പൺ ചെയ്തു, രണ്ടാമത്തെ ഓപ്പറേഷൻ 1 മാസം കഴിഞ്ഞ് റൈറ്റിൽ ഓപ്പൺ ചെയ്തു. ഈ 2 ഓപ്പൺ ചെയ്തപ്പോഴും ഹോൾ ഇടണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കീറണം എന്നൊക്കെ അവർ പറഞ്ഞു, നെഞ്ചുഭാഗം കീറണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അത് ശരിക്കും ഇവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവർക്കും ഉള്ള പോലെ നല്ല ഭാഗം എന്ന് പറയുന്നത് ലിവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ ICUവിൽ സ്ഥലമില്ലാത്ത കാരണം, അത് പീഡിയാട്രിക് ICUവിൽ സ്ഥലമില്ലാത്ത കാരണം ഇവർ വലിയവരുടെ ICUവിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ. കാരണം അവരും ഒരു പ്രത്യേക രീതിയിൽ ഇവനെ കണ്ടിരുന്നത്. അങ്ങനെ അവിടെ ആ നേഴ്സ് ഡോക്ടർ എഴുതിയപ്പോൾ തെറ്റിപ്പോയി, ഇവന് മരുന്ന് ഡോസ് കൂടിപ്പോയപ്പോൾ പറഞ്ഞു ലിവർ ഫങ്ഷൻ കംപ്ലൈൻ്റ് ആവാനുള്ള മരുന്നാണ് തെറ്റി കൊടുത്തത്, ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ളൂ. കൊച്ചിൻ്റെ അവസ്ഥ എന്താ അറിയില്ല. സീരിയസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് അവന് ശ്വാസം മുട്ടൽ എല്ലാം കൂടി ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി നാളെ ബോഡി ആയിട്ട് വാങ്ങണം, അറിയിക്കേണ്ടവരെ അറിയിച്ചോ, കൊച്ചിന് ഇനി നമുക്ക് കിട്ടൂല. കാരണം 80% വെൻറ്റിലേറ്ററിൻ്റെതായി. അപ്പോൾ ഇവന് ജനിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം കൊണ്ടല്ല, ഇവന് തെറ്റി കൊടുത്ത മരുന്നിൻ്റെ പവർ കൂടിയിട്ട് ഇവന് ഇത്രയും കളറുണ്ടായിരുന്ന കൊച്ച് ആ സമയം വരെ ആയപ്പോഴും ഇവന് കറുത്ത കളറായി. അതായത് ഒരു തുണിയിൽ വിട്ടിട്ട് എൻ്റെ അടുത്ത് തന്നപ്പോൾ എനിക്ക് കൊച്ചിനെ എനിക്ക് മനസ്സിലായില്ല, ഇത് കൊച്ചാന്ന് മനസ്സിലായില്ല. അതുപോലെ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാനാ പേടിച്ചു പോയി. അപ്പോൾ ഇനി പറഞ്ഞ് എൻ്റെ രക്ഷയില്ല, ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. രാത്രി 10:30 പറഞ്ഞു. അപ്പം തന്നെ ഞാൻ രാത്രി 10:30 ഞാൻ ആദ്യം എൻ്റെ അമ്മേനെ വിളിച്ചു. അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളുടെ ജീവൻ എടുത്താലും കുഴപ്പമില്ല, ഇവൻ്റെ ജീവൻ. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം തന്നെ പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വിളിച്ചു. കാരണം ഞാൻ ആ പഴയ ഓർമ്മയുണ്ടല്ലോ, എൻ്റെ ഇതിൻ്റെ വായിൽ തേൻ വരച്ചു കൊടുത്തതും പിന്നെ അമ്മയുടെ തൈലം വയറിൽ കുരിച്ച് വരച്ച് ആ പ്രാർത്ഥന വെച്ച് ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് 12 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ നിന്ന് ഒരു സ്റ്റെറോയിഡ് കുത്തിവെക്കാൻ പോവുക, 99% കൊച്ച് മരിക്കാനാണ് സാധ്യത, അപ്പോൾ നിങ്ങൾ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൻ്റെ മരണത്തിന് ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കണ ഒരു ഗതികേട്. ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എനിക്ക് സംസാരിക്കാനോ ഒന്നിനും പറ്റുന്ന, കയ്യും കാലൊക്കെ വിറച്ചു പോയി, ഒന്നും ഇല്ലാതെയായി പോയി. ഞാനില്ലാത്ത സമയം വൈഫിനോട് പറയാൻ പറഞ്ഞു. 10:30 എന്നോട് പറഞ്ഞു 12 മണിക്ക് തന്നെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് റൂമിലേക്ക് ഒരു 10 അടിയുള്ളൂ, പക്ഷെ അവിടെ നിന്ന് എനിക്ക് മയിലുകൾ താണ്ടേണ്ട പോലെ തോന്നി, എൻ്റെ ശരീരമെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ചെറുപ്പം തൊട്ട് കൊന്തയും ബൈബിളൊക്കെ വായിക്കണതല്ലേ മാതാവേ, എൻ്റെ ഇതുവരെ 36 വയസ്സിൽ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥന അങ്ങേക്ക് ഇഷ്ടമായെങ്കിൽ ആ പ്രാർത്ഥന ഇന്ന് എടുക്കണം. ഞാൻ ഇതുവരെ ചെയ്ത ഒരുപാട് നന്മകളിൽ ഏതെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു നന്മ ഞാൻ ചെയ്തെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ അതും ഈ സമയത്ത് എൻ്റെ മകന് കൂട്ടായിട്ടിരിക്കണേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ഉപ്പിടാനായിട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റുന്നില്ല. വൈഫിനോട് പറയണം, ഞാൻ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളുടെ കാത്തു നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ സ്റ്റെറോയിഡ് കുത്തിവെക്കുകയാണ്, 12 മണിക്കാണ് സ്റ്റെറോയിഡ് കുത്തുക, നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോ, കാരണം വെച്ചാൽ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. ഞാൻ വൈഫിനോട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു. ഇതിനിടയിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ തൃശ്ശൂർ ഇതൊക്കെ ഉണ്ട്, ചാത്തൻ സേവ കാര്യങ്ങൾ. അവിടെ നിന്ന് ഒരാളെന്നോട് നിരന്തരമായിട്ട് ഒരാഴ്ച മുന്നേ ഇവൻ്റെ 2ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങി ഇവനെ 8 ലക്ഷം ഉറുപ്പ്യ തരാം, നിങ്ങൾ കൊച്ചിനെ കൊണ്ടുപോകാം. അപ്പോൾ എനിക്കത് അറിയില്ല എന്തിനാ അവർ കൊണ്ടുവരാൻ. 8 ലക്ഷം ഉറുപ്പ്യ വന്നു കഴിഞ്ഞാൽ 8 ലക്ഷം ഉറുപ്പ്യം തരാം, ഇവനെയും കൊണ്ടുപോകാം, ഞങ്ങൾ ഇവനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് ഈ സംഭവം ഉണ്ടാവണേക്കെ ഒരു ദിവസം മുന്നേ പറഞ്ഞു, തലേദിവസം പറഞ്ഞു, അതായത് എനിക്ക് പിശാചിൻ്റെ കൊച്ചിനെ വേണ്ട, എനിക്ക് ദൈവത്തിൻ്റെ കൊച്ചനെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി. ഞാൻ അപ്പൻ്റെ അവസ്ഥ അറിയാലോ ആ സമയത്ത്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. അന്ന് അതിപ്പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അവർ. അതോട് വിളി കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്, കൊച്ചു മരിക്കുമെന്ന് പറയുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി ദൈവമേ,
ഞാൻ ഇത്രയും സ്ട്രോങ് ആയി നിന്ന് ഇത്രയും ഇതായി നിന്ന് ഇത്രയും കാലം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ 13-ാമത്തെ ദിവസം തൊട്ട് 3 പ്രാവശ്യം ഓരോ ദിവസം ഓരോ അധ്യായം വായിച്ച് ബൈബിൾ തീർത്ത് എൻ്റെ ഗതികേട് ഇങ്ങനെയായി. പക്ഷെ അപ്പോഴും എനിക്ക് ദൈവത്തോട് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് മാത്രം വിചാരിച്ചു. അങ്ങനെ സ്റ്റെറോയിഡ് കൊടുത്തു. അപ്പോൾ പിന്നെ ഇവർ എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ എനിക്ക് മനസ്സിലായി കൊച്ചു പോയി, അതുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത് അതുവരെ ആ പൈസ അടയ്ക്കുക ഈ പൈസ അടയ്ക്കുക, അപ്പോഴേക്കും 10-15 ലക്ഷം അടയ്ക്കണം. നമ്മൾ ഓരോ ഈ സമയത്തും പൈസ അടച്ചാൽ മാത്രമേ ഇവർ ചെയ്യുള്ളൂ കാര്യങ്ങൾ. അതങ്ങനെയാണല്ലോ ഏത് ഹോസ്പിറ്റലാണെങ്കിലും. അങ്ങനെ പിന്നെ എന്നെ വിളിക്കുന്നില്ല. വിളിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. എൻ്റെ കൊച്ചിന് എന്തോ സംഭവിച്ചു. ലാസ്റ്റ് 5:30 ആയപ്പോൾ എന്നോട് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അവന് സ്റ്റെറോയിഡ് അടിച്ച് 12 മണി കഴിഞ്ഞപ്പോൾ 3 മണിയായപ്പോൾ നമ്മൾ വെൻറ്റിലേറ്റർ ഊരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് 80% എന്നുള്ളത് 79%, അതായത് 1% കൂടി ഇവന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 3 മണിക്കൂർ കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു 11 മണിയായപ്പോൾ അത്രയും നേരം ഞാൻ അവിടെ നിന്ന് 11 മണിയായപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ഇത് 30% വെൻറ്റിലേറ്റർ സഹായം മതി, 70% അവൻ കവർ ചെയ്തു എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു സന്തോഷമായി. ഇത്രയും ഞാൻ കാത്തിരുന്നതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോഴാണ് ഈ അവസ്ഥ. അതായത് കൊച്ചിനെ കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ വെറുതെ പറയായിരിക്കും. കാരണം ഇവനെല്ലാം കഴിഞ്ഞു. അതായത് ഇവന് ഒന്നിനും പറ്റാത്ത അവസ്ഥ. അതായത് ഒരു മോശം പോകുന്ന ഏരിയയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു. അതായത് മനുഷ്യ കുഞ്ഞല്ലാത്തൊരവസ്ഥയിൽ കറുകറുത്ത കളറായിട്ട് എൻ്റെ കയ്യിൽ തന്നു. അതായത് എല്ലാം എണ്ണാൻ പറ്റും നമുക്ക്, എല്ലാ ഭാഗങ്ങളും എണ്ണാം. കണ്ണെല്ലാം പുറത്തേക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ എന്തായാലും മരിക്കും. പക്ഷേ ഞാൻ അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചു. വൈഫിന് ഭയങ്കര ശക്തി കൊടുത്തു. എൻ്റെ ഈശോ തന്ന കൊച്ചായി ഇവനെ ഒരിക്കലും, കാരണം അബോട്ട് ചെയ്യാൻ പറഞ്ഞു. 6-ാം മാസത്തിൽ ജനിക്കും, 5-ാം മാസത്തിൽ മരിക്കും, 7-ാം മാസത്തിൽ മരിക്കും. ഇവനെ 9 മാസവും 10 ദിവസമായിട്ട് ജനിച്ചു. 3 കിലോ വെയിറ്റ്. ഇതൊക്കെ അത്ഭുതമല്ലേ? 2 ഡോക്ടർമാർ പറഞ്ഞു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എങ്ങനെ സംഭവിച്ചു, ഇത് ഇത്രയും കൊച്ചു ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്, ആരൊക്കെ കീഴ്പോട്ട് ഉണ്ടാവില്ല, സംസാരിക്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി മൂക്കിലെ ട്യൂബ് ഊരാനായിട്ട് നിൽക്കുമ്പോൾ ഡോക്ടർമാർ പിന്നെയും പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയാവുന്ന അച്ഛന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഡോക്ടർമാർ ഈ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു മാമോദീസ മുക്കണമാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധമായിട്ട് ഡിസ്ചാർജ് ഒരു ദിവസം മേടിച്ചിട്ട് പോയിട്ട് മാമോദീസ മുക്കി. കാരണം മാമോദീസയിലാണ്ട് കൊച്ചു മരിച്ചു പോകാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പോയി മാമോദീസ മുക്കി തിരിച്ചു വരുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇവന് ബാക്കി എല്ലാത്തിൽ നിന്ന് കുറേശ്ശെ കവറായിട്ടുണ്ട്, പക്ഷേ ഇവന് അന്നനാളം കൊണ്ട് ഇവന് ചിലപ്പോൾ ഇനി ഒരു പക്ഷേ ബുദ്ധിമുട്ടാണ്. ഒരു 6 മാസം വരെ ഇവന് വായക്കൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ICUയിൽ കിടന്നിരുന്ന കൊച്ചിനെ അവിടെ വെച്ചിട്ട് ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തലേദിവസമാണ് ഇവന് മാമോദീസയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ ICUയിൽ വീണ്ടും കൊണ്ടാക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് മാതാവിനോട് നേരിട്ട് പറയാം. മാതാവായിട്ട് അത്രയും ബന്ധമുണ്ട് എനിക്ക്. അപ്പോൾ തന്നെ വൈഫും ഞാനെല്ലാം കൂടിയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരാധന നടക്കുന്ന സമയമാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ ആ മരത്തിൻ്റെ അവിടെ വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ. എൻ്റെ ഇപ്പം വേഷമൊക്കെ വളരെ മോശമാണ്. ഒരു കള്ളിമുണ്ട് പോലത്തെ ഒരു ടീഷർട്ട് ഇട്ട് മുടിയും താടിയൊക്കെ വളർത്തി വളരെ മോശമായിട്ടുള്ള. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട്, അപ്പോൾ അച്ഛനെ മാത്രമേ എനിക്ക് ഇവിടെ കാണാനുള്ളൂ, ഈ മാതാവിനെ കാണാനില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ, മാതാവേ നീ എനിക്ക് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് പൈസ കൊടുക്കാനില്ല, ഒന്നിനും ഇനി ഗതിയില്ല, പ്രാർത്ഥിക്കാൻ ആരോഗ്യമില്ല, ഒന്നിനുമില്ല. എല്ലാവരും എനിക്ക് എതിരായി. അതായത് ചാത്താൻ സാഹേബ് എന്ന ഒരാൾക്കാർ വന്ന് കൊച്ചിനെ മേടിക്കാൻ പോവുക. അതൊക്കെ വിട്ടിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ട അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ കാരണം വെച്ചാൽ പിന്നെ 6 മാസം കൂടിയും ഇവൻ ICUയിലോ വെൻറ്റിലേറ്ററിലോ കിടത്തണം എന്നാണ് അവർ പറയണേ. എന്നാലും ഇവന് എന്തെങ്കിലും ആവുള്ളൂ എന്ന് പറയണം. അപ്പോൾ എനിക്കിനി പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആരോട് പറയുന്നതെല്ലാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഒറ്റ മിനിറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവാ. എൻ്റെ വൈഫിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം ബസ് കയറി തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച വന്നിട്ട് പറയണം അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ എനിക്ക് ഡിസ്ചാർജ് തരണം. കാരണം ഒന്നുമല്ല, അതായത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അഹങ്കാരമായി പോകും. പക്ഷെ ഞാൻ പറയണത് മാതാവിനോട്, എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ച് അഹങ്കാരത്തിലുള്ള മാതാവിനോട് പറയണത് എന്തോ സ്വന്തം അമ്മോട് പറയണ പോലെയാണല്ലോ പറയണതെന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. അങ്ങനെ ഞാൻ പോയി കണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇവന് രക്ഷയില്ല. പൈസ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി റൂമിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യും, അല്ലാതെ ഇനി ഇവിടെ ICUയിൽ ഇനി പൈസ അടയ്ക്കാതെ ഇവന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ്, അതായത് വായകോടെ കൊടുക്കാനുള്ളത് കൊടുക്കൂല. അപ്പോൾ അങ്ങനെ തരുമ്പോഴാണ് ഈ വെറും ഇറച്ചി കഷ്ണം പോലത്തെ ഒരു കുഞ്ഞ് സാധനം. അപ്പം ഞാൻ ഏറ്റെടുത്തു. ഈ വയറും വള്ളി എല്ലാം ഉണ്ട്. ആ ചൊവ്വാഴ്ച ഞാനൊരു സ്വപ്നം കാണാണ്.
അതായത് നിങ്ങൾ അമ്മമാർക്കറിയാം, സൂതർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ കുഞ്ഞുങ്ങളിങ്ങനെ കരയാതിരിക്കാനായിട്ട് ഹോസ്പിറ്റലൊക്കെ ജനിച്ച കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സാധനം. അതിനുള്ളിൽ ചെറുതായിട്ട് തേൻ ഉണ്ടാവും ഇത്ര. അപ്പോൾ ആ തേനാണ് ഇവർ 4-5 മാസമായിട്ട് ഈ തേൻ വെച്ചിട്ട് ഇവർ വേറെ പല മെഷീൻ വെച്ചിട്ട് ഇവന് സഖ്യാൻ പഠിക്കാത്തൊരു സാധനം. അപ്പോൾ ഞാൻ സ്വപ്നം കാണാണ് 1 ഇഞ്ചിൻ്റെ സിറിഞ്ച്, പിന്നെ ഈ സൂതർ. 3 മാസത്തിൽ ഇവൻ അബോട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ മാതാവിൻ്റെ തേൻ അമ്മയുടെ, അതായത് എൻ്റെ ഭാര്യയുടെ വായയിലാണ് ഞാൻ വരച്ചു കൊടുത്തത്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇവന് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതായത് ഇവൻ സഖ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിൽ ഭയങ്കര ബിരുദമെടുത്ത പോലെയാണ് അവൻ സഖ്യണം. അതുവരെ ഇവനില്ലാത്തൊരു ഉന്മേഷം, അതായത് ഒടിഞ്ഞ് തൂങ്ങിയ കൊച്ച് ഉണർന്ന് നിന്നിട്ട് ഇങ്ങനെ വലിക്കുക. ആ വലിക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അതൊന്നും പറയാൻ അവർ അംഗീകരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ കൊടുത്ത് കൊച്ച് സഖ്യതല്ലോ. നിങ്ങളെല്ലാം പറഞ്ഞ് കൊച്ച് സഖ്യയില്ലാന്ന്. കൊച്ച് സഖ്യതില്ലേ, ഞാൻ അങ്ങനെ പറയണം അവരോട്. അത് താങ്കൾ ഡോക്ടറാണോ അങ്ങനെ നിങ്ങൾ ഏറ്റെടുക്കണത്, എഴുതി തന്നോളം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാനങ്ങനെ തോന്നി. അപ്പോഴേക്കും ഇവൻ്റെ മെയിൻ ഡോക്ടറുണ്ട്, അതായത് ഇവന് സർജറി ചെയ്ത ഡോക്ടർ. ആൾ പറഞ്ഞു എനിക്ക് ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ തേനില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഇവൻ്റെ അമ്മയുടെ മുലപ്പാൽ ഈ സാധനത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് കൊടുത്തപ്പോൾ ആ സ്പോട്ടിൽ ഇവൻ 10 മില്ലി ഇറക്കി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഗിന്നസ് ബുക്കിൽ വരേണ്ട അപ്പനാ. എന്നോട് ആ ഡോക്ടർ പറയാം, കാരണം ഞങ്ങൾ ഇത്രയും 1 മാസക്കാലം ഞങ്ങൾ ഇവിടെ നേഴ്സുമാരും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ എനിക്കറിയാമല്ലോ ഇത് ഇവിടുന്ന് കണ്ട സ്വപ്നവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞ് ഇവൻ വളരെ പിക്കപ്പായി വന്നു. പിന്നെ ഇപ്പോൾ ഇവൻ അങ്ങനെ ഭയങ്കരമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല, എന്നിരുന്നാലും ഇവൻ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഡിസ്ചാർജ് പിറ്റത്തെ ശനിയാഴ്ച, വെള്ളിയാഴ്ച രാത്രി ഡിസ്ചാർജ് തന്നു. ഞാൻ വീട്ടിൽ പോയി, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അറിയാലോ കൊറോണ കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതിഭീകരമായിട്ടുള്ള സമയം. കാരണം ഇവന് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. ആ സമയത്ത് ദൈവാനുഗ്രഹം എന്ന പോലെ എൻ്റെ ഷോപ്പ് 2 മാസം അടച്ചിട്ട് ഒരു റൂമിൽ ഞാനും ഇവനും മാത്രം നിന്നു. ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഒരു ദിവസം അതിവേനലുള്ള സമയത്ത് ഇവൻ ഈ ഈ സിറിഞ്ച് വെച്ച് തന്നെ അപ്പോഴും കൊടുത്തിരുന്നത്. കാരണം 1 ml സിറിഞ്ച് വെച്ച് 4-5 മാസമായ കൊച്ചിന് 10 മില്ലി വെച്ച് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. എനിക്ക് തോന്നി ഇവനിങ്ങനെ തൊണ്ട വഴണ്ട പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഞാനിവന് കുറച്ച് വെള്ളം ഗ്ലാസ്സിൽ കൊടുക്കാൻ നോക്കി. ഞാൻ നോക്കുമ്പോൾ ഇവൻ അതിഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയുള്ള എൻ്റെ റൂമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രൂപം, അവിടെ ഒരു പോസ്റ്ററുണ്ട്. ഈ രൂപം മാത്രമല്ല, മാതാവിൻ്റെ എല്ലാ രൂപങ്ങളും, എല്ലാ വിശുദ്ധന്മാരുടെ, ഈശോയുടെ എല്ലാ വലിയ രൂപങ്ങളും എൻ്റെ റൂമിൽ ചുറ്റും ഞാൻ ഈ കൊച്ച്, എൻ്റെ മൂത്ത കൊച്ച് ജനിക്കുമ്പോൾ തൊട്ടുള്ളതാണ്, എല്ലാ രൂപങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വിശുദ്ധരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കണത് എനിക്കറിയാം. അപ്പം ആ ധൈര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കാതെ ഞാൻ ഇവന് വായിൽ വെച്ച് കൊടുത്തു. ഇവൻ വായ കൂടെ കുടിച്ചു. ഡോക്ടർമാർ കൊടുക്കുമ്പോൾ ഇവൻ കഴിക്കുന്നില്ല. അങ്ങനെ വീണ്ടും എന്നോട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഡോക്ടർ കൊടുക്കുമ്പോൾ ഇവൻ കഴിക്കില്ല. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വായക്കൂടെ സഖ്യം. അങ്ങനെ മൂക്കിലെ ട്യൂബ് ഊരി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ വരും. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല, ഒരു മടി, പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് സങ്കടത്തോടെ അല്ലാതെ പറയാൻ പറ്റാറില്ല. കാരണം ഇതിനിടയിൽ എൻ്റെ അപ്പച്ചനമ്മച്ചിക്ക് മരിച്ചുപോയി. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ജീവൻ എടുത്തോ, ഇവൻ്റെ ജീവൻ ബാക്കി തരാമെന്നുള്ളത്. ഇവന് 2 വയസ്സുള്ളപ്പോൾ, ഒരു 1.25 വയസ്സുള്ളപ്പോൾ അവർ മരിച്ചുപോയി. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചതെന്ന്. എന്തായാലും അത് അപ്പോൾ ആ എല്ലാ സങ്കടം കൂടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ജോലി സ്ഥലത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ട് ഞാനത് പിന്നെ ഒരു പാട്ടായിട്ട് മാറി. അത് പാട്ടായി, ആ എഴുതി വെച്ചത് ഒരു പാട്ടായിട്ട് മാറി. ആ പാട്ട് ഇപ്പോൾ യൂട്യൂബിലുണ്ട്, കെസ്റ്ററിനെ കൊണ്ട് പാടിച്ചു. പിതാവും പുത്രൻ എന്നുള്ളൊരു പേരിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സാക്ഷ്യം പറയാതെ ഞാൻ ഇങ്ങനെ വരും തോറും എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് കഴിഞ്ഞ കൊല്ലം കാനഡയ്ക്ക് പോയി. 3ാമതൊരു കൊച്ചുണ്ടായി. അവന് ഈ ഇഷ്യൂസൊക്കെ പറഞ്ഞതാണ്, പക്ഷേ ആ ഇഷ്യൂസൊന്നും ഉണ്ടായില്ല. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവന് ഇതൊക്കെ ഒരുപാട് ഡോക്ടർമാർ പറഞ്ഞ 3ാമതൊരു കൊച്ചിന് സാധ്യതയില്ല, ഇനി പ്രസവിക്കാൻ പാടില്ല. 3.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി, പ്രസവിച്ചു. അവനൊരു പ്രശ്നമില്ല. ആ കൊച്ചിവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈഫ് കാനഡയിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ വിസ കൊടുത്ത് വിസ കഴിഞ്ഞ ആഴ്ച റിജക്ഷനായി. അപ്പോൾ നവംബറിൽ കൊടുത്ത വിസയാണ്. റിജക്ഷനായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കണം എന്നാണ്.
വേറെ ഒന്നും തോന്നിയില്ല. വിസ പോയാലൊന്നും വിഷമം ഉണ്ടായില്ല. ഉടമ്പടി എടുക്കണം. ഞാൻ ഇന്നലെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാക്ഷ്യം പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ വിചാരിച്ചു, ഞാൻ പാട്ടായിട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ സാക്ഷ്യം, അത് മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇത്ര നാൾ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഈ അച്ഛൻ്റെ ഇവൻ്റെ തലയിൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ബ്രദർ പറഞ്ഞു, അതെന്ത് ഇത്ര വലിയ അനുഗ്രഹം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട് സാക്ഷ്യം പറയാനായിട്ട്, പക്ഷേ എനിക്ക് എപ്പോഴും പറയാൻ പറ്റാറില്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ പറഞ്ഞു എന്തായാലും സ്മാർട്ടായിട്ട് പറയുമോ ഇല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കുന്ന നോക്കാം. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല എൻ്റെ അന്നത്തെ ആ വേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സാക്ഷ്യം പറഞ്ഞു, ഇനി എൻ്റെ വിസ ക്യാൻസലായിരിക്കുകയാണ്, പക്ഷേ ഇന്നലെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വിശ്വാസം വിസ കിട്ടും തന്നെയാണ്. ഈ 3 മക്കളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ അമ്മയുടെ അടുത്തേക്ക് അമ്മ കാനഡയിലാണ് പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം, ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ. ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അബോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റേത്. അപ്പോൾ എന്നോട് പലരും പറയേ, നീ ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് രക്ഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെയല്ല രക്ഷിച്ചത്, ഞാൻ ഇവനെ അല്ലല്ലോ രക്ഷിച്ചത്. കാരണം ഇവനിങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈശോയും മാതാവിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയത്. ഞാൻ കൂടുതൽ ദൈവത്തെ അല്ലെങ്കിൽ മാതാവിനോടൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാനൊക്കെ കൂടുതലും മാതാവിനോടെ ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എല്ലാം ഉയർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴും അപ്പോൾ ധൈര്യം കിട്ടിയതും ഈ മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, ഈ വിസ ക്യാൻസലാവാൻ ഒരു സാധ്യതയില്ല. കാരണം നമ്മൾ അത്രയും എല്ലാം കയറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ ക്യാൻസലായതിനു ശേഷമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ എൻ്റെ മനസ്സനുവദിച്ചത്. അപ്പം മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ കൊച്ചിനെ അറിയാലോ, ഇവൻ സംസാരിക്കില്ല, അരക്കി കീഴ്പ്പെട്ട് തളർന്നു പോവും. ഇവന് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവൻ്റെ കുറുമ്പ് കാരണം ഇവനെ 2-3 സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടാക്കിയിരിക്കുക. അപ്പോൾ അത്രയും വികൃതി, അതായത് അത്രയും സ്മാർട്ടാവാൻ അവൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇവൻ രാത്രിയാകുമ്പോൾ എൻ്റെ അടുത്ത് വരും. അപ്പം അവൻ്റെ കഴുത്തിലൊരു കൊന്ത കിടക്കണണ്ട, ഈ കൊന്ത ഇട്ട് തരണം, കുരിശ് വരയ്ക്കണം. ഇനി അഥവാ ഇവൻ അറിയാതെ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ രാത്രി 2 മണി 3 മണിക്ക് എണീറ്റിട്ട് അവൻ കരഞ്ഞിട്ട് എന്നോട് പറയും, അപ്പോൾ എനിക്ക് കൊന്ത ഇട്ടതാ, എനിക്ക് കുരിശ് വരച്ചതാ എന്നൊക്കെ പറയും. അപ്പം അങ്ങനത്തെ ഒരു മകനാണ്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എൻ്റെ മകനല്ല എനിക്കറിയാം. കാരണം എൻ്റെ മൂത്ത കൊച്ചിന് പേരിട്ടിട്ടുള്ളത് ആഗന തെരേസ് അനൂപ് എന്നാണ്. പക്ഷെ അവന് പേരിട്ടത് ഓരോ സമയത്തും അവനെ രക്ഷിച്ച വിശുദ്ധന്മാരുടെയും ആ പേര് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം അവൻ്റെ പേരിട്ടിരിക്കുന്നത് ആദം, ജുവാൻ, യോന എന്ന് പേരിടാൻ കാരണം എന്നറിയാലോ, അവന് വയറ് കൂടിയപ്പോൾ ഞാൻ യോന പ്രവാചകൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അനൂപ് എന്നുള്ള പേര് മാറ്റി അവിടെ യോന പ്രവാചകൻ്റെ യോന എന്നിട്ടു. ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കൊച്ചിന് പേരിട്ടിരിക്കുന്നത്. ഇവൻ ഒരു ആൺകൊച്ചാണെങ്കിൽ മാതാവ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തരണമേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ അനുഗ്രഹിച്ച പേരാണ് അവനിട്ടിരിക്കുന്നത്. അബ്രഹാം, ഈസ, യാക്കോ, അങ്ങനെ പേരിട്ടിരിക്കുന്നവന്. അവനൊരു കുഴപ്പമുണ്ടായില്ല. അവനെല്ലാവരും പറഞ്ഞു കുറേ കുഴപ്പങ്ങളുണ്ടാവും, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം പറഞ്ഞു. 2ാമത്തെ കൊച്ചിന് നിനക്ക് കിട്ടിയത് പോരെ, ഇനി 3ാമത്തെ കൊച്ചിന് ഇങ്ങനെ നിൽക്കണോ, അത് അബോർട്ട് ചെയ്തുകൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഒരാൾ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യാതെ വന്നിട്ട് അവൻ ഇപ്പോൾ 5 വയസ്സാവനെ പോണേ, ജീവിച്ചിരിക്കണ്ടല്ലോ അവൻ. അതും വളരെ ഭംഗിയായിട്ട് ഈ 3 കൊച്ചുങ്ങളിൽ ഏറ്റവും സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഏറ്റവും എല്ലാവരോടും സ്നേഹവും എല്ലാം കാണിക്കുന്നത് അവനാണ്. അപ്പം ആ മാതാവിനോട് ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഒരു 3 ഇരട്ടി സ്നേഹം അവനെ ആ കൊന്തോടുണ്ട്. മാതാവിൻ്റെ കാര്യമൊന്നും അവൻ അറിയാതെയാണോന്ന് അറിയില്ല, അവന് ഈശോനെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഇപ്പം നിന്ന് എൻ്റെ ജീവിതം ഇവിടം വരെ എത്തി, ഈ സാക്ഷ്യം വരെ എത്തി. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, ഞാൻ ഉണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും എപ്പോഴും ഏത് സമയത്തും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര സങ്കടം വന്നാലും എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും പറയാറുണ്ട്. വീണ്ടും ഞാൻ ഈ വേളയിലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ മാതാവ്. ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലണത് അമ്മ എന്നാണ് പറയുന്നത് അവിടെ. അത് എപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന വർഷങ്ങളായിട്ട് വന്നുള്ളൂ. ഒരു ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടത്തിൽ എനിക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങനെ പറയാനറിയില്ല. അമ്മ എന്ന് അവിടെ വെക്കാൻ പറ്റുള്ളൂ. നന്മ നിറഞ്ഞ നീ എന്നൊന്നും പറയാറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ അമ്മ എന്നാണ് പറയുക. ഇപ്പം ഞാൻ അമ്മ മാതാവ് എന്നാണ് വിളിക്കുന്നത്, കാരണം അപ്പനും ഇല്ല അമ്മയും ഇല്ല എനിക്ക് പറയാലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതായത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് മേരോട്. അപ്പോൾ ഇവിടെ എല്ലാം അമ്മ എന്നാ പറയാൻ പറ്റണുള്ളൂ, മാറ്റി പറയാൻ അറിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം നന്ദി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര സങ്കടം വന്നാലും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാലം അറ്റുപോയാലും അത് നന്ദി തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അമ്മ മാതാവിനോട് നന്ദി പറയണു, ഇവിടെ വരെ എത്തിച്ച ഈശപ്പയ്ക്ക്. ഇപ്പം അങ്ങനെയാണ് ഈ 3 മക്കൾ അങ്ങനെ വിളിക്കുന്നത്, ഞാനും അങ്ങനെയാണ് വിളിക്കുന്നത്. ഈശപ്പയ്ക്ക് നന്ദി പറയണു. പിന്നെ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ
ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് പോലും ചിന്തിക്കുന്ന ഹബക്കൂക്കിൻ്റെ 1:5 പറയണത് പോലെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ ഓരോ ദിവസവും ഈ അൾത്താരയിൽ പറയപ്പെടുന്നുണ്ട്. അന്ന് ഇവിടെ 1 മിനിറ്റ് വന്ന് മാതാവിൻ്റെ അടുക്ക് കൈ ചൂണ്ടി മാതാവിൻ്റെ അടുത്ത് ആ മൂലയ്ക്കുന്നു. കാരണം കേരളത്തിൽ ആരാധന നടക്കുന്ന ഏറ്റവും പൂജ്യപ്പെട്ട ഒരു സമയം, ആരാധന സമയം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയമാണ്. അതായത് ഇങ്ങനൊരു ആരാധന നമ്മൾ അന്ന് ഇവിടെ നിന്ന് 1 മിനിറ്റ് പോലും എടുക്കാത്തൊരു പ്രാർത്ഥന ചൊല്ലി, അതും പ്രാർത്ഥന ചൊല്ലിയത് 36 വർഷത്തെ 38 വർഷത്തെ അത്രയും വർഷത്തെ പ്രാർത്ഥനകളുടെയും സൽപ്രവർത്തികളുടെയും ഒരു ആസ്തി വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയുടെ ഒരു പക്ഷേ ഇതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം നമ്മളിപ്പോൾ ചെയ്യുന്നതും ഈ ഒരു ആസ്തി വെച്ചുള്ള പ്രാർത്ഥനയാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് സഹായിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന വെച്ചിട്ട് നമ്മുടെ ആ നിയോഗങ്ങൾ ചോദിക്കണം. ഈ ഒരു പ്രാർത്ഥന ഒരു പക്ഷേ ഇദ്ദേഹത്തിന് എവിടെ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ വിശ്വാസത്തിൻ്റെ യാത്രയിൽ ഇവിടെ നിന്നോ അങ്ങനെ ഒരു ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലി അത് കറക്റ്റ് ഉടമ്പടിയാണ് പ്രാർത്ഥിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു 38 വർഷം അച്ഛൻ അർപ്പിച്ച പൗരോഹിത്യത്തിൻ്റെ ബലത്തിലാണ് അച്ഛനും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതൊരു ആസ്തിയാണ്. അതൊരു പക്ഷേ ഈ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു പ്രാർത്ഥനയുടെ ചൈതന്യം ഇവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ പറയണത് ഒരു പക്ഷേ നമ്മുടെ യുക്തിക്ക് മുകളിൽ നിൽക്കുന്ന ദൈവാനുഭവങ്ങളാണ്. അപ്പം അങ്ങനെ ആ കുഞ്ഞുമായിട്ട് അന്നനാളത്തിൽ ഇല്ലെന്ന് പറയണു, അല്ലെങ്കിൽ കണ്ണ് പുറത്താണ്, ഒരു മാംസപിണ്ഡം പോലും പിലനിരുന്ന എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞ് മാമുദീസ പോലും ഓടിപ്പോയി കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്നൊരു കുഞ്ഞ് ഇന്നിപ്പോൾ അവസാനം പറഞ്ഞു ഇന്നീ നിമിഷം വരെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഈ വ്യക്തിയോട് സംസാരിച്ചതിനേക്കുള്ളവർ ഈ സാക്ഷ്യം ഇന്നും നാളെയൊക്കെ ഭാവിയിൽ കേൾക്കാനിരിക്കുന്നവരോടെല്ലാം ദൈവം അടിയുറച്ച് പറയുന്നത്, ഞാൻ പറയുന്നത് വരെ ഒരു ജീവനും അവസാനിക്കുന്നില്ല, ഞാൻ പറയുന്നത് വരെ ഒരു ജീവനും ഉണ്ടാവുന്നില്ല. ഏറെ പ്രത്യേകിച്ച് അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. മാതാപിതാക്കളെടുക്കുന്ന ദൈവത്തിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ചുറ്റുമുള്ളവർ എല്ലാം കളയാൻ പറയുമ്പോഴും ദൈവത്തെ വിശ്വസിച്ച് ദൈവം നൽകിയ ഈ കുഞ്ഞിനെ എന്താണെന്ന് സ്വീകരിക്കുക. അപ്പോൾ ആ ഒരു നിലപാടിനെയും ദൈവം ആശീർവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെ കാണുന്നത്. മാതാവ് ഇങ്ങനെ സ്വപ്നത്തിലൂടെയൊക്കെ ഇനി ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുമ്പം എത്ര വലിയ ശക്തമായിട്ടൊരു മധ്യസ്ഥ സഹായമാണ് മാതാവിൻ്റെ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ പെരുമാറ്റത്തിലും ആ ഒരു രീതിയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇപ്പോൾ അവസാനം കാനഡയിലെ കാര്യങ്ങളും പറയുമ്പോഴും തിരിച്ചു വരുമ്പോൾ ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരുക്കുന്നത്, ഇതാണ് ഒരു ദൈവികമായൊരു മനസ്സെന്ന് പറയുന്നത്. അതായത് ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരുക്കിയ ഒരു അവസരമായിട്ട്. അപ്പോൾ ദൈവം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് പേരെ പ്രചോദിപ്പിക്കാൻ ഈ കുഞ്ഞും ഒപ്പം ഇവരുടെ മുൻപോട്ടുള്ള ജീവിതവും ഒരു അനുഭവമായി തീരട്ടെ എന്നും ഒപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കുടുംബത്തിൽ അനുഭവിക്കാൻ ദൈവം ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈ കുഞ്ഞിനെ പ്രതിയും ഈ സാക്ഷ്യത്തെ പ്രതിയും ദൈവത്തിന് നന്ദി പറയാം.